എല്ലാ നാമങ്ങളിലും ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമം. മാതൃസ്വരൂപിണിയും ഭക്തവത്സലയുമാണ് ആദിപരാശക്തിയായ മഹാദേവി. മക്കൾക്ക് ഒരാപത്ത് വരുന്നത് കണ്ടു നിൽക്കാൻ അമ്മയ്ക്കാവില്ല. അതുപോലെ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മ നീക്കും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. അമ്മയെ സ്മരിക്കുന്നതിന് ദേശവും കാലവും നേരവും ഒന്നും തന്നെ നോക്കേണ്ടതുമില്ല. തെളിഞ്ഞ ഭക്തിയോടെ അമ്മയെ പ്രാർത്ഥിക്കുക. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ 12ാമത്തെ അക്ഷരമായ സ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 20 നാമമന്ത്രപുഷ്പങ്ങളാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 221ാമത്തെ നാമമന്ത്രം മുതൽ 220 വരെയുള്ള നാമങ്ങൾ. ഓം ഐം ഹ്രേം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. ഓം സകാരാഖ്യായൈ നമഃ. ഓം സമരസായൈ നമഃ. ഓം സകലാഗമസംസ്തുതായൈ നമഃ. ഓം സർവവേദാന്തതാൽപര്യഭൂമ്യൈ നമഃ. ഓം സദസദാശ്രയായൈ നമഃ. ഓം സകലായൈ നമഃ. ഓം സച്ചിദാനന്ദായൈ നമഃ. ഓം സാധ്യായൈ നമഃ. ഓം സദ്ഗതിദായിന്യൈ നമഃ. ഓം സനകാദിമുനിധ്യയായൈ നമഃ. ഓം സദാശിവകുടുംബിന്യൈ നമഃ. ഓം സകലാധിഷ്ഠാനരൂപായൈ നമഃ. ഓം സത്യരൂപായൈ നമഃ. ഓം സമാകൃതയേ നമഃ. ഓം സർവപ്രപഞ്ചനിർമ്മാത്ര്യൈ നമഃ. ഓം സമാനാധികവർജിതായൈ നമഃ. ഓം സർവോത്തുംഗായൈ നമഃ. ഓം സംഗഹീനായൈ നമഃ. ഓം സഗുണായൈ നമഃ. ഓം സകലേഷ്ടദായൈ നമഃ. ഇവയാണ് അതിവിശിഷ്ടമായ 20 നാമമന്ത്രങ്ങൾ. മഹാകാമേശ്വരനും ലളിതാ പരമേശ്വരിയും ഹയഗ്രീവന് ഉപദേശിച്ചു കൊടുത്ത ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 20 നാമമന്ത്ര പുഷ്പങ്ങൾ ഓരോന്നായി അർത്ഥസഹിതം പരിശോധിക്കാം. ആദ്യത്തെ നാമമന്ത്രമാണ് സകാരാഖ്യ എന്നത്. പഞ്ചദശാക്ഷരി മന്ത്രമായ ശ്രീവിദ്യാമന്ത്രത്തിലെ 12ാമത്തെ അക്ഷരമായ സ എന്ന അക്ഷരം, സകാരം, പേര് ആയിട്ട് ഉള്ളവൾ എന്നാണ് അർത്ഥം. സകാരം സ എന്ന മന്ത്രാക്ഷരം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം. ഓം സകാരാഖ്യായൈ നമഃ. അടുത്ത നാമമാണ് സമരസ എന്നത്. ലളിതാ ത്രിശതിയിലെ 222ാമത്തെ നാമം, അതായത് പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ 12ാം അക്ഷരമായ സായിൽ ആരംഭിക്കുന്ന മന്ത്രധാരയിലെ 2ാമത്തെ നാമമന്ത്രപുഷ്പം. ഏകരസസ്വരൂപ, ഒരേ ഒരു രസം മാത്രം സ്വരൂപമായിട്ടുള്ളവൾ, അതായത് പരമാനന്ദം സ്വരൂപമായവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. മധുരം, കയ്പ്, ചവർപ്പ് തുടങ്ങിയ രസങ്ങൾ 6ആണല്ലോ. ഷഡ്രസങ്ങൾ, അവ വസ്തുനിഷ്ഠങ്ങളാണ്. പഞ്ചസാര, ശർക്കര, തേൻ തുടങ്ങിയവയ്ക്ക് മധുരരസമാണ്. കടൽ വെള്ളത്തിന് ഉപ്പുരസം. രസമുള്ള വസ്തുവും രസവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. മധുരമില്ലെങ്കിൽ പഞ്ചസാരയും തേനും ഇല്ല എന്ന് പറയാം. ഉപ്പുരസമില്ലെങ്കിൽ സമുദ്രജലവും ഇല്ല. സാധാരണ ജലം പോലെയാണല്ലോ ഉപ്പുരസമില്ലെങ്കിൽ സമുദ്രജലത്തെയും കണക്കാക്കുക. അമ്മയെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ മാധുര്യാദികളായിട്ടുള്ള രസങ്ങളും ഉൾപ്പെടുത്താം. എന്നാലും
എല്ലാ രസങ്ങളുടെയും ചൈതന്യമായ പരമമായിട്ടുള്ള ആനന്ദത്തെ രസമായിട്ട് കണക്കാക്കാം. രസോ വൈ സ എന്നാണ് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത്. ആ ആനന്ദം അമ്മ തന്നെയാണ്. ലളിതാംബിക എന്നതും ചിദാനന്ദ എന്നതും ഒരേ അർത്ഥം നൽകുന്ന പദങ്ങളാണ്. അതായത് രണ്ടല്ല, ഒന്നു തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ട് സമരസ എന്ന് നാമം വരും. സർവജ്ഞനും അല്പമായ അറിവ് മാത്രമുള്ളവനും ജ്ഞാനമൊട്ടും തന്നെ ഇല്ലാത്തവനും പലതരം ഗുണവിശേഷങ്ങളുള്ള വിവിധ വസ്തുക്കളും വേറെ വേറെയായി കാണപ്പെടുന്നു. എങ്കിലും എല്ലാ വസ്തുക്കൾക്ക് വസ്തുത്വവും വ്യക്തികൾക്ക് വ്യക്തിത്വവും നൽകുന്ന ആ ചൈതന്യം ഗുണങ്ങൾക്കെല്ലാം അതീതവുമാണ്. ആ ചൈതന്യത്തെ രസം എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കാം. വേറെ വേറെയായി തോന്നുന്ന ഒരേ ഒരു പരമാനന്ദമാകുന്ന ആ രസത്തെ അറിയുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളുടെ അർത്ഥം നമുക്ക് വ്യക്തമാകുക. വിവിധ രസങ്ങളായി പ്രപഞ്ചമായി വർത്തിക്കുന്ന ചൈതന്യം സാക്ഷാൽ ജഗദീശ്വരിയായ ലളിതാ പരമേശ്വരി ആയതുകൊണ്ട് സർവത്ര എല്ലായിടത്തും സമമായിട്ട് വർത്തിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് സമരസ എന്ന നാമം വരിക. അതുകൊണ്ട് ഓം സമരസായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സകലാഗമ സംസ്തുത എന്നത്. സമസ്ത ആഗമങ്ങൾ കൊണ്ടും സ്തുതിക്കപ്പെടുന്നവൾ എന്ന് സാമാന്യമായ അർത്ഥം. ആഗമം എന്നതിന് വേദം എന്നും അർത്ഥമുണ്ട്. ആസമന്താത് ഗമയന്തീരി ആഗമ എന്ന നിർവചനപ്രകാരം പദാർത്ഥഗോചരമായിട്ടുള്ള എല്ലാത്തിനെയും ആഗമശബ്ദം സൂചിപ്പിക്കുന്നുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സ്തോത്രങ്ങൾ എന്നിവയും ഇവയിലൊക്കെ സന്ദർഭത്തിന് അനുസരിച്ച് ഉൾപ്പെടുന്ന മന്ത്രങ്ങളും എല്ലാം ആഗമശബ്ദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇവയ്ക്കൊക്കെ വിഷയം എന്താണ്? പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള അമ്മ തന്നെ. പല വർണ്ണങ്ങളും അക്ഷരങ്ങളും പദങ്ങളും വാക്യങ്ങളും പദവാക്യങ്ങൾ ചേർന്നിട്ടുള്ള സ്തോത്രങ്ങൾ തൊട്ട് വേദങ്ങൾ വരെ ഉള്ളതെല്ലാം തന്നെ അമ്മയെ സ്തുതിക്കുന്നവയാണ്. പ്രത്യക്ഷത്തിൽ മറ്റു ദേവതയെ സ്തുതിക്കുന്ന പ്രശംസയോ ഒക്കെയായി നമുക്ക് കാണാം. എങ്കിലും ആത്യന്തികമായിട്ട് അവയെല്ലാം അമ്മയുടെ സ്തുതികൾ തന്നെയാണ്. കാരണം എല്ലാ ദേവതകളും അമ്മയുടെ അംശരൂപങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ സർവവ്യാപ്തമായ പരമചൈതന്യത്തിൻ്റെ ഭാഷാരൂപമായിട്ടുള്ള ആവിഷ്കാരമാണ് ഈ പറഞ്ഞവയെല്ലാം എന്ന് അർത്ഥം. ഉപാസനയ്ക്കായി സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ പുരാണേതിഹാസങ്ങളോ വേദങ്ങളോ ഉപയോഗിക്കുന്നവർ ഏത് രൂപത്തിൽ ആരാധിച്ചാലും അതെല്ലാം ചെന്നെത്തുന്നത് ലോകമാതാവായിട്ടുള്ള ജഗദീശ്വരിയിലാണ്. എല്ലാത്തരം ആരാധനയും ആരാധിക്കുന്ന ഉപാധിയും ആരാധിക്കുന്ന വ്യക്തിയും അമ്മയുടെ ഭിന്നരൂപങ്ങൾ മാത്രമാണ്. ധ്യാതൃധ്യേയ വ്യത്യാസവും ജ്ഞാതൃജ്ഞേയ വ്യത്യാസവും ജ്ഞാതൃജ്ഞേയ വ്യത്യാസവുമെല്ലാം സന്ദർഭം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതീതി മാത്രമാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ സകലാഗമസന്തോഹ ശുക്തി സമ്പുടമൗത്തിക എന്ന് അമ്മയുടെ വദനാരവിന്ദത്തിൽ നോക്കി സ്തുതിക്കുന്നത്. ഓം സകലാഗമസംസ്തുതായൈ നമഃ. അടുത്ത മന്ത്രമാണ് സർവവേദാന്ത താൽപ്പര്യഭൂമി. സർവവേദാന്തങ്ങളുടെയും താൽപ്പര്യവും വിഷയവുമായിട്ടുള്ളവൾ എന്നർത്ഥം. വേദാന്തം എന്നതിന് വേദത്തിൻ്റെ അന്തം എന്നാണ് പദാർത്ഥം. വേദങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുന്നവയായതുകൊണ്ട് ഉപനിഷത്തുകളെ കുറിക്കാൻ വേദാന്തം എന്ന പദം സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു. ഉപനിഷത്തുകളുടെ സാരസംഗ്രഹങ്ങളായ തത്വമസി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളെ സൂചിപ്പിക്കുവാനും വേദാന്ത ശബ്ദം ഉപയോഗിക്കാറുണ്ടല്ലോ. വേദാന്തം പരമമായിട്ടുള്ള അറിവിൻ്റെ പര്യായമാണ്. എല്ലാ വേദങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയം അമ്മ തന്നെയാണ് എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. പരമമായ ജ്ഞാനത്തിൻ്റെ പര്യായമാണ് സമസ്ത വേദങ്ങളും. പരമമായിട്ടുള്ള ജ്ഞാനം അമ്മയെ അറിയുക എന്നതാണ്. ഇതേ ആശയം തന്നെ ലളിതാ സഹസ്രനാമത്തിൽ ഉണ്ട്.
സർവോപനിഷദുൽകൃഷ്ട സർവവേദാന്ത സംവേദ്യ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക ശ്രുതി സംസ്തുത വൈഭവ വേദജനനി വേദവേദ്യ എന്നിങ്ങനെ നിരവധി നാമങ്ങൾ കൊണ്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ ഇതേ ആശയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓം സർവവേദാന്ത താൽപര്യഭൂമേ നമഃ. അടുത്ത നാമമന്ത്രം സദസദാശ്രയ എന്നതാണ്. സത്തിനും അസത്തിനും ആശ്രയമായിട്ടുള്ളവളാണ് അമ്മ. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളൊക്കെ പഞ്ചഭൂതാത്മാക്കളാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിവയെ പ്രപഞ്ചത്തിൻ്റെ ഘടകസത്തകളായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. പൃഥ്വി, അപ്പ്, തേജസ് എന്നിവ രൂപങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവയെ പ്രത്യക്ഷമായിട്ട് അറിയാൻ സാധിക്കുമെന്നർത്ഥം. അവയെ സത്ത് എന്നാണ് പറയുന്നത്. അവയെപ്പോലെ വായുവിനെയും ആകാശത്തെയും നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ സാധ്യമല്ല. അനുമാനം കൊണ്ടാണ് അവ അറിയുക. അവയെ അസത്ത് എന്ന് നിർദ്ദേശിക്കാം. സത്തിനും അസത്തിനും ആധാരം ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള അമ്മ തന്നെയാണ്. മൂർത്തം, അമൂർത്തം, മൃതം, അമൃതം എന്നിങ്ങനെയൊക്കെ വസ്തുക്കളെ വിഭജിക്കുന്നത് നമ്മുടെ വ്യാവഹാരിക തലത്തിൽ മാത്രമാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ ഈ വിഭജനം സത്യമല്ല, അതായത് അയഥാർത്ഥമാണ് എന്ന് ബോധ്യമാകും. ബ്രഹ്മം മാത്രം സത്യം, ജഗത്ത് മിഥ്യ എന്ന ബോധം ഉണ്ടാവും. മിഥ്യയായിട്ടുള്ള ഈ ജഗത്തിനെ സത്ത് എന്നും അസത്ത് എന്നും തിരിക്കുന്നത് സാധാരണ ചർച്ചകളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് അർത്ഥം. സത്ത് എന്നതിന് നല്ലത്, മെച്ചപ്പെട്ടത് എന്നിങ്ങനെയും അർത്ഥമുണ്ടല്ലോ. അസത്ത് എന്നതിന് ഹീനമായത്, മോശപ്പെട്ടത് എന്നും ധർമ്മത്തിൽ അധിഷ്ഠിതമായത് സത്ത് എന്നും അധർമ്മത്തിൽ അധിഷ്ഠിതമായത് അസത്ത് എന്നും വേർതിരിച്ചും പറയാറുണ്ട്. ഈ വേർതിരിവ് കാലം, ദേശം, ആചാരം, ആവശ്യം എന്നിവയെ ആധാരമാക്കി മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഒരു കാലത്ത് സത്ത് എന്ന് പറഞ്ഞിരുന്നത് കാലം മാറുമ്പോൾ അത് അസത്തായിട്ട് മാറും. അതായത് ഒരു ഭാഗത്ത് ശരിയായിരുന്നു, മറ്റൊരു സ്ഥലത്ത് തെറ്റായി തീരാമെന്നർത്ഥം. ഒരിടത്ത് സത്തായും ധർമ്മമായിട്ടും അംഗീകരിക്കപ്പെടുന്നത് മറ്റൊരിടത്ത് അസത്തായി കണക്കാക്കപ്പെടും. ഒരു വ്യക്തി സത്തായിട്ട് സ്വീകരിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് അസത്തായിട്ട് തോന്നാം. സത്ത് അസത്ത് എന്ന ഭേദം സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അധ്യാരോപം മാത്രമാണെന്ന് മനസ്സിലാക്കാമല്ലോ. സത്തായിട്ടോ അസത്തായിട്ടോ കാണപ്പെടുന്ന എല്ലാം തന്നെ അമ്മയെ ആശ്രയിച്ചിട്ടുള്ളവ തന്നെയാണ്. അമ്മയിൽ നിന്നും വേറായി ഒന്നും തന്നെയില്ലെന്നർത്ഥം. ഓം സദസദാശ്രയായ നമഃ. അടുത്ത നാമമന്ത്രത്തിലേക്ക് പോകാം. സകല എന്നതാണ് ആ നാമം. കലകളോടുകൂടിയവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. കല എന്നതിന് ആഹ്ലാദം നൽകുന്നത് എന്നും കണക്കാക്കപ്പെടുന്നത് എന്നും അർത്ഥമുണ്ട്. ആഹ്ലാദിപ്പിക്കുന്നത്, അതായത് സന്തോഷിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ സംഗീതം, സാഹിത്യം തുടങ്ങിയവയെ കുറിക്കുന്നു. കലകൾ 64 ഗീതം, വാദ്യം, നൃത്തം, നാട്യം, ചിത്രകർമ്മം തുടങ്ങി ലേഖം, യുദ്ധം, നീതിശ്രംസനം എന്നിവ ഉൾപ്പെടെ 64 കലകൾ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. അവയുടെ എല്ലാം സാമാന്യമായിട്ടുള്ള ധർമ്മം സന്തോഷിപ്പിക്കുക എന്നതാണ്. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഈ കലകളിലെ ആ സന്തോഷിപ്പിക്കുന്ന അംശം ലളിതാ പരമേശ്വരിയാണ്. എല്ലാ കലകളും അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അത് കലയായിത്തീരുന്നത്. എല്ലാ വസ്തുക്കളിലും കർമ്മങ്ങളിലും കലാരൂപത്തിൽ വർത്തിക്കുന്ന ചൈതന്യമായതുകൊണ്ട് സമഗ്ര കലാമൂർത്തിയായിട്ടുള്ള അമ്മയെ കലകളോട് കൂടിയവളായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നു. തന്ത്രശാസ്ത്രത്തിനും ഉണ്ട് 64 ശാഖകൾ. 64 തന്ത്രങ്ങളെയും തന്ത്രസാകല്യ രൂപയായിട്ടുള്ള അമ്മയുടെ അംഗങ്ങളായിട്ട് കണക്കാക്കി തന്ത്രങ്ങളാകുന്ന കലകളോട് കൂടിയവൾ എന്നും ഒരു വ്യാഖ്യാനം കണ്ടുവരുന്നുണ്ട്. ഇവിടെ കല എന്നതിന് കണക്കാക്കപ്പെടുന്നത് എന്ന് അർത്ഥം വരും. അഗ്നിക്ക് 10 കലകളുണ്ട് എന്നും സൂര്യന് 12 കലകളുണ്ടെന്നും ചന്ദ്രനു 16 കലകളുണ്ടെന്നും പറയാറുണ്ട്. ഇവിടെ കലാശബ്ദത്തിന് അംശം, ഭാഗം എന്നിങ്ങനെയാണ് അർത്ഥം വരിക. അഗ്നികലകളെ ജ്വാലകൾ എന്നും സൂര്യൻ്റെ കലകളെ 12 ആദിത്യന്മാരെന്നും ചന്ദ്രകലകളെ പ്രഥമ, ദ്വിതീയ എന്നിങ്ങനെയുള്ള തിഥികളായിട്ടും വിവരിക്കുന്നു. ഈ കലകളായിട്ട് വർത്തിക്കുന്നതും അഗ്നിയായിട്ടും സൂര്യചന്ദ്രന്മാരായിട്ടും കാണപ്പെടുന്നതും അമ്മയുടെ ചൈതന്യത്തിൻ്റെ
കേവലമാത്രം, അതായത് അല്പമാത്രമുള്ള അംശങ്ങളായതുകൊണ്ട് അമ്മ കലാവതിയാകുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. ജാഗ്രത് അവസ്ഥയ്ക്ക് ഉൽപ്പത്തി, ജാഗരം, ബൗദ്ധം, വ്യാവൃത്തി എന്നിങ്ങനെ 4 ഭാവങ്ങളാണുള്ളത്. ഇവയെ ജാഗ്രത് അവസ്ഥയുടെ കലകളായിട്ടാണ് പറയുന്നത്. ഈ കലകളോടുകൂടി ജാഗ്രത അവസ്ഥയായിട്ട് ജീവികളിൽ വർത്തിക്കുന്നവളാകയാലും സകല എന്ന് അമ്മയ്ക്ക് നാമം വരും. ഇനി സുഷുപ്തി നോക്കാം. ഈ അവസ്ഥയ്ക്ക്, സുഷുപ്തി എന്ന അവസ്ഥയ്ക്ക് വിസ്മൃതി, മരണം, മൂർച്ഛ, നിദ്ര എന്നീ 4 കലകളാണുള്ളത്. ഈ കലകളോടുകൂടി സുഷുപ്തിയായിട്ട് ജീവികളിൽ വർത്തിക്കുന്നത് കൊണ്ടും ദേവി സകലയാകുന്നു. ഇനി അടുത്ത സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിലാഷം, ഭ്രമം, ചിന്ത, സ്മൃതി ഇപ്രകാരമുള്ള 4 കലകൾ. ഈ കലകളോടുകൂടി സ്വപ്നരൂപത്തിൽ വർത്തിക്കുന്നതുകൊണ്ട് അമ്മ സകലയാകുന്നു. ജീവിതത്തിന് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 അവസ്ഥകളാണുള്ളത്. ഇവയോട് 4ാമതായിട്ട് ചേരുന്ന ഒരവസ്ഥയാണ് തുരീയാവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിന് 4 കലകളുണ്ടെന്ന് പറയാം. ഈ 4 അംശങ്ങളോടുകൂടി ജീവിതമായിട്ട് വർത്തിക്കുന്നത് അമ്മയുടെ ചൈതന്യമായതുകൊണ്ട് സകല എന്ന് അമ്മയ്ക്ക് നാമം വരുന്നു. വൈരാഗ്യം, മുമുക്ഷുത്വം, സമാധി, സദസത് വസ്തു നിർദ്ധാരം തുടങ്ങിയിട്ടുള്ള തുരീയ അവസ്ഥകൾ 4 ഉണ്ട്. ഈ 4 കലകളോട് കൂടിയവയായതുകൊണ്ട് സകല എന്ന് പറയാം. ഇവയെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, വിസ്തരഭയം കൊണ്ട് വിട്ടുകളയുകയാണ്. പ്രപഞ്ചത്തിൽ സൂര്യചന്ദ്രാദികളായിട്ടും നക്ഷത്രങ്ങളായിട്ടും ഗ്രഹങ്ങളായും അവയിൽ ഓരോന്നിലുമുള്ള ജീവകോടികളായും ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്ന എല്ലാം തന്നെ അമ്മയുടെ അംശങ്ങളായതുകൊണ്ട് ആ അംശങ്ങൾ ഉള്ളവൾ എന്ന അർത്ഥത്തിൽ ദേവി സകല എന്ന പേര് അർഹിക്കുന്നു. ഓം സകലായൈ നമഃ. അടുത്ത നാമം നോക്കാം. സച്ചിദാനന്ദ എന്നതാണ്. സച്ചിദാനന്ദരൂപിണി, സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായിട്ടുള്ളവൾ എന്ന് സാമാന്യമായ അർത്ഥം. കാലത്തിനും ദേശത്തിനും അതീതമായിട്ട് എപ്പോഴും എല്ലായിടത്തും വ്യാപ്തമായിരിക്കുന്ന ഭാവമാണ് സത്വം. സർവജ്ഞാനസ്വരൂപമായി സ്വന്തം പ്രകാശം കൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഭാവം ചിത്വം. പരമമായിട്ടുള്ള പ്രേമാസ്പദത്വം തന്നെ ആനന്ദം. ഇത് 3ഉം ചേർന്നതാണ് ഈശ്വരൻ്റെ സത്ത, ഈശ്വരസത്ത. സത്യം ജ്ഞാനമനന്തം ആനന്ദോ ബ്രഹ്മ തൈത്തിരീയം. വിജ്ഞാനമാനന്ദം ബൃഹദാരണ്യകം. പ്രജ്ഞാ പ്രതിഷ്ഠ പ്രജ്ഞാന ബ്രഹ്മ എന്ന് ഐതരേയം. ഈ ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം സത്തും ചിത്തും ആനന്ദവും അഭിന്നമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. സച്ചിദാനന്ദരൂപിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകളും പറയുന്നു. ഓം സച്ചിദാനന്ദായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സാധ്യ എന്നത്. സാധനകൾ കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടവൾ എന്ന് സാമാന്യമായ അർത്ഥം. ഉപാസനാ കർമ്മങ്ങൾ കൊണ്ടോ ഉപനിഷത്ത് വാക്യങ്ങൾ നിർദ്ദേശിക്കുന്ന ജ്ഞാനം കൊണ്ടോ യോഗ സാധനകൾ കൊണ്ടോ ലളിതാംബികാദേവിയെ പ്രാപിക്കാൻ സാധ്യമാകുന്നതാണ്. ഈ മാർഗങ്ങളൊക്കെ ദൃഢമായിട്ടുള്ള നിഷ്ഠയും ലക്ഷ്യബോധവും പരിശ്രമവും ആവശ്യമുള്ളവ തന്നെയാണ്. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ച് അനുഷ്ഠിക്കേണ്ട സാധനാക്രമങ്ങൾ കൊണ്ട് പ്രാപിക്കുവാൻ യോഗ്യയാണ് ലളിതാ പരമേശ്വരീ ദേവി. നിരതിശയമായിട്ടുള്ള ആനന്ദമാണ് അമ്മയുടെ കടാക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്നത്. പരിശ്രമിക്കുന്നവർക്ക് അമ്മയുടെ സാക്ഷാത്കാരം സാധിക്കും എന്നാണ് പരോക്ഷമായി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ നാമത്തിന് സാധ്വി എന്ന് പാഠഭേദവുമുണ്ട്. അങ്ങനെയാകുമ്പോൾ പതിവ്രത എന്ന് അർത്ഥം വരും. അനന്യസാമാന്യമായ പാതിവൃത്യം കൊണ്ട് ദേവിക്ക് സാധ്വി എന്ന് പേരുണ്ടായി എന്ന് ദേവീ ഭാഗവതത്തിലും പറയുന്നുണ്ട്. സകല വിദ്യാരൂപിയും സകല ചരാചര വിധാത്രിയുമായിട്ടുള്ള അമ്മയുടെ എല്ലാ കർമ്മങ്ങളും സാധു ആയതുകൊണ്ട് സാധ്വി എന്നും വരുന്നു. ഓം സാധ്യായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സദ്ഗതിദായിനി. പുനരാവൃത്തി ഇല്ലാത്തതും പരമമായിട്ടുള്ള ആനന്ദം മാത്രം രൂപം ആയിട്ട് ഉള്ളതുമായ പരഗതി പെട്ടെന്ന് നൽകാൻ അമ്മയ്ക്ക് മാത്രമാണ് സാധ്യമാവുക. അമ്മയെ സ്മരിക്കുന്ന മാത്രയിൽ മുമ്പ് പല ജന്മങ്ങളിലായി ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നശിച്ചു പോകും. പാപഫലങ്ങളായിട്ട് ഉണ്ടാകുന്ന ദുരിതാനുഭവങ്ങളും സ്വാഭാവികമായി തന്നെ നശിച്ചു പോകും. അമ്മയുടെ കരുണാകടാക്ഷം ഉണ്ടാകുന്നതോടുകൂടി മോക്ഷപ്രാപ്തിക്ക് അർഹതയുമുണ്ടാകും. ശരീരത്തിൽ തുടരുന്നിടത്തോളം എല്ലാ ഐശ്വര്യങ്ങളും അമ്മയുടെ ഉപാസകനെ, അമ്മയുടെ ഭക്തനെ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഐഹികവും
ആമുഷ്മികവുമായിട്ടുള്ള സുഖാനുഭവങ്ങളോടുകൂടിയ ഗതി നൽകുന്നതുകൊണ്ട് അമ്മയ്ക്ക് സദ്ഗതിദായിനി എന്ന് നാമം വരുന്നു. ഓം സദ്ഗതിദായിന്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സനകാദി മുനിധ്യയ എന്നത്. സനകൻ തുടങ്ങിയ മുനിമാരാൽ ധ്യാനിക്കപ്പെടാൻ യോഗ്യതയുള്ളവൾ. മനനശീലൻ എന്നാണ് മുനി എന്ന വാക്കിന് അർത്ഥം. മനനശീലനാണ്. മുനിമാരായിട്ടുള്ള ഋഷിമാരുടെ സുദീർഘമായിട്ടുള്ള ഒരു പരമ്പര തന്നെ നമുക്ക് ഉണ്ട്. പ്രപഞ്ചരഹസ്യങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തത്വദർശകരായിട്ടുള്ള ആ ആചാര്യന്മാരുടെ ധ്യാന മനനങ്ങളുടെ നല്ല ഫലങ്ങൾ ശ്രുതികളായിട്ടും സ്മൃതികളായിട്ടും പുരാണേതിഹാസ കഥകളായിട്ടും വ്യാപിച്ച് ഭാരതത്തെ മാത്രമല്ല സമസ്ത ലോകത്തെയും പവിത്രമാക്കി തീർത്തിട്ടുമുണ്ട്. മായാവിടംബനം കൊണ്ട് പലപ്പോഴും മറഞ്ഞിരിക്കുന്നു എങ്കിലും സത്യബോധം എല്ലാവരുടെയും മനസ്സിലുണ്ടാകുവാൻ ഈ ആചാര്യ പരമ്പരയുടെ കാരുണ്യം തന്നെയാണ് കാരണം. ഇവിടെ സനകാദി എന്ന പ്രയോഗം കൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേരെ സൂചിപ്പിക്കുന്നു. സനകൻ, ശ്രീശുകൻ, വസിഷ്ഠൻ, സനന്ദനൻ, സനൽകുമാരൻ എന്നിവരെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ 2 പക്ഷമാണുള്ളത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് സനകൻ. ദേവീതന്ത്രങ്ങളുടെ ആചാര്യ പരമ്പര സനകൻ, ശ്രീശുകൻ, വസിഷ്ഠൻ, സനന്ദനൻ, സനൽകുമാരൻ എന്നീ 5 പേരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സനകൻ്റെ പേര് പറഞ്ഞതിലൂടെ എല്ലാവരെയും സൂചിപ്പിച്ചു വരുന്നു. സാധാരണയായി ആരാധനയിൽ ഏർപ്പെടുന്നവർക്ക് എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. മിക്കപ്പോഴും ഭൗതികമായിട്ടുള്ള ജയവും സുഖവും ഒക്കെ ആയിരിക്കും ആഗ്രഹം. അതിശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാർക്ക് പോലും മോക്ഷപ്രാപ്തി എന്ന ലക്ഷ്യമെങ്കിലും ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ സനകാദികളായിട്ടുള്ള മഹർഷിമാർ ഈ ആഗ്രഹം പോലും ഇല്ലാത്തവരാണ്. ഒരാഗ്രഹവും ഇല്ലാത്തവരാണ്. ഐശ്വര്യമായിട്ടുള്ള എല്ലാ വിഭൂതികളും സ്വായത്തമായിട്ടുള്ള ഇവർക്ക് ആരാധന കൊണ്ട് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല. ലോകത്തിൻ്റെ നേർക്കുള്ള കാരുണ്യം കൊണ്ടാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാനും അവർക്ക് മാർഗദർശനം നൽകാനും വേണ്ടി ആരാധനാരീതികൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്രകാരമുള്ള സനകാദി മഹർഷികൾ അമ്മയെ ധ്യാനിക്കുന്നു എന്ന പ്രസ്താവം അമ്മയുടെ അതിശയകരമായിട്ടുള്ള മാഹാത്മ്യം വ്യക്തമാക്കുന്നു. സനകാദി സമാരാധ്യ എന്ന ലളിതാ സഹസ്രനാമത്തിലും പറയുന്നു. ഓം സനകാദി മുനിധ്യയായ നമഃ. അടുത്ത നാമമന്ത്രമാണ് സദാശിവ കുടുംബിനി എന്നത്. സദാശിവന്റെ പത്നിയായി വർത്തിക്കുന്നവൾ. അനാദിയായിട്ടുള്ള പരബ്രഹ്മം തന്നെ സദാശിവൻ. ഭഗവാന് രൂപമോ പ്രവൃത്തിയോ ഇല്ല. അങ്ങനെയുള്ള ഭഗവാന്റെ കുടുംബിനിയായിട്ട് അമ്മയെ കൽപ്പിച്ചിരിക്കുന്നു. സദാശിവന്റെ കുടുംബിനിയാക്കാൻ പോന്ന ആകർഷണ ശക്തിയായിട്ടുള്ള മായ ത്രിപുരസുന്ദരീ രൂപത്തിൽ വർത്തിക്കുന്നു എന്നും ഒരു വ്യാഖ്യാനം കാണുന്നു. സദാശിവൻ പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ ഭാവാന്തരം മാത്രമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം ഇവയൊക്കെ ആയിട്ട് പ്രത്യക്ഷമാകുന്ന ആ മൂലപ്രകൃതിയെ ഭഗവാന്റെ പത്നിയായിട്ട് തന്നെ കൽപ്പിക്കുന്നു. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ എന്നിങ്ങനെ ശൈവസിദ്ധാന്ത പ്രകാരമുള്ള 25 തത്വങ്ങൾ. ഇവയിൽ 25ാമത്തെ തത്വമായിട്ട് സദാശിവനെ പറയുന്നു. ഈ സദാശിവൻ സർവ തത്വസ്വരൂപനാണ്. തത്വങ്ങളുടെ ചൈതന്യമായിട്ടുള്ള അമ്മയെ സദാശിവന്റെ ധർമ്മപത്നിയായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ശിവനും ശക്തിയും ചേരുമ്പോൾ പ്രപഞ്ചോൽപത്തി സംഭവിക്കുന്നു. അതിനെ 26ാമത്തെ തത്വമായിട്ട്, ഈ ശിവശക്തി സ്വരൂപത്തെ 26ാമത്തെ തത്വമായിട്ടും പറയുന്നു. ഇതേ നാമം തന്നെ ലളിതാ സഹസ്രനാമത്തിലും ഉണ്ട്. സദാശിവപതിവ്രത, സദാശിവ എന്നീ നാമങ്ങളും ഈ ആശയമാണ് സൂചിപ്പിക്കുന്നത്. ഓം സദാശിവ കുടുംബിന്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സകലാധിഷ്ഠാന രൂപ. എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്നവൾ. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയും ആശയങ്ങളെയും സൂക്ഷ്മമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അവ പരസ്പരം ബന്ധപ്പെട്ടവയാണ് എന്ന് കാണാമല്ലോ. ഒന്ന് മറ്റൊന്നിനോട് കാരണമോ അധിഷ്ഠാനമോ ഒക്കെ ആകുമ്പോൾ ആ ബന്ധത്തിന് ആധാരാധേയ ബന്ധം എന്ന് പറയും. ആധാരാധേയ ബന്ധം പരിശോധിച്ച് ചെന്നു കഴിഞ്ഞാൽ എല്ലാറ്റിനും അധിഷ്ഠാനമായിട്ടുള്ള ചൈതന്യത്തിൽ ആ ഗവേഷണം ചെന്നെത്തുകയും ചെയ്യും. ആ ചൈതന്യത്തെ ബ്രഹ്മം എന്നും പരാശക്തി എന്നും ഈശ്വരൻ എന്നും നാം സാധാരണ പറയാറുണ്ട്. എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള പരയായിട്ടുള്ള ശക്തിയായി ദേവിയെ ഈ നാമം വർണ്ണിക്കുന്നു. സർവം കല്വിതമേവാഹം നാന്യദസ്തി സനാതനം. എല്ലാം
ഞാൻ തന്നെയാണ്, എന്നിൽ നിന്നും അന്യമായി സനാതനമായി ഒന്നും തന്നെ ഇല്ല എന്ന് ദേവി ഭാഗവതത്തിൽ അമ്മ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ഓം സകലാധിഷ്ഠാനരൂപായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സത്യരൂപ എന്നത്. സത്യം തന്നെ സ്വരൂപമായവൾ എന്ന് സാമാന്യമായ അർത്ഥം. സത്യം എന്ന പദത്തിന് യഥാർത്ഥമായിട്ടുള്ളത് എന്നാണല്ലോ സാമാന്യമായിട്ടുള്ള അർത്ഥം. പ്രകൃതത്തിൽ മായ കൊണ്ട് മറഞ്ഞിരിക്കുന്ന ഉണ്മയെയാണ് സൂചിപ്പിക്കുന്നത്. ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മം മാത്രം സത്യം. ഈ തത്വം നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രിയ വിഷയമായിട്ടുള്ള പ്രപഞ്ചം ഇന്ദ്രിയങ്ങളുടെ ഘടനാപരിമിതി കൊണ്ട് തന്നെ മിഥ്യയാണ് എന്ന് കാണാം. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചം സത്യത്തിൻ്റെ അല്പം മാത്രമുള്ള അംശങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നവയാണ്. ഇന്ദ്രിയ വിഷയം ജ്ഞാനത്തിന് അതീതമായിട്ടുള്ള ബ്രഹ്മചൈതന്യം മാത്രമാണ് സത്യമായിട്ടുള്ളത്. അത് അനാദിയും ഗുണങ്ങൾ കൊണ്ട് അറിയപ്പെടാൻ സാധ്യമാകാത്തതും നാമരൂപങ്ങളൊന്നും തന്നെ ഇല്ലാത്തതും അനന്തവുമാണ്. ആ ശക്തിയെ പരാശക്തി എന്ന് പറയുന്നു. പരാശക്തിയായിട്ടുള്ള ലളിതാംബികാദേവിയെ സത്യരൂപയായിട്ട് പരബ്രഹ്മസ്വരൂപിണിയായിട്ട് ഈ നാമം അവതരിപ്പിച്ചിരിക്കുന്നു. ഓം സത്യരൂപായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സമാകൃതി എന്നത്. സമമായ ആകൃതിയോട് കൂടിയവൾ. അല്പം പോലും കുറവോ ഒട്ടും തന്നെ കൂടുതലോ ഇല്ലാത്ത സ്ഥിതിയാണ് സമം എന്ന് പറയുന്നത്. ഇവിടെ ശിവനോട് സമമായിട്ടുള്ള സ്ഥിതി ഉള്ളവൾ എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ശിവശക്തി ഐക്യരൂപിണിയാണല്ലോ ലളിതാദേവി. ശിവനെന്നും ശക്തി എന്നും രണ്ടായി കൽപ്പിക്കുന്നു എങ്കിലും ഇവ തമ്മിൽ ഭേദമില്ല. സത്ത്, ചിത്ത്, ആനന്ദം എന്നീ 3 പദങ്ങൾ കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്ന ഭാവങ്ങളിൽ നിന്ന് അഭിന്നമായിട്ടുള്ള ഭിന്നമല്ലാത്ത സമമായ ആകൃതി ഉള്ളവൾ എന്ന് അർത്ഥം. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളും വസ്തുക്കളും അമ്മയുടെ രൂപങ്ങളാണ്. അവയിൽ ഓരോന്നിനും സമമായിട്ടുള്ള ആകൃതിയുള്ളവൾ എന്നും സർവപ്രപഞ്ചത്തെയും ഇപ്രകാരം കൽപ്പിക്കുമ്പോൾ അതിന് സമമായ ആകൃതിയുള്ളവൾ എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ്. ശ്രീവിദ്യാമന്ത്രം തുടങ്ങി കോടിക്കണക്കിന് മന്ത്രങ്ങളുള്ളവയെല്ലാം അമ്മയുടെ ശബ്ദബ്രഹ്മമയമായ രൂപങ്ങൾ തന്നെയാണ്. എല്ലാ മന്ത്രദേവതകൾക്കും സമമായിട്ടുള്ള രൂപം ഉള്ളവൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളും അമ്മ തന്നെയാകുന്നു എന്നർത്ഥം. എല്ലാ ദേവതകളും അമ്മയുടെ അംശങ്ങളാകുന്നു, അല്ലെങ്കിൽ അമ്മ തന്നെയാകുന്നു എന്ന് അർത്ഥം. ശ്രീചക്രം തുടങ്ങി തന്ത്രശാസ്ത്ര പ്രസിദ്ധമായിട്ടുള്ള യന്ത്രങ്ങൾ ധാരാളമുണ്ട്. അവയ്ക്കൊക്കെ സമമായിട്ടുള്ള ആകൃതി ഉള്ളവൾ എന്നും അർത്ഥമുണ്ട്. പൂജയ്ക്ക് പ്രതീകങ്ങളായിട്ട് സ്വീകരിക്കപ്പെടുന്ന വിഗ്രഹങ്ങളിൽ ഓരോന്നിനും സമമായിട്ടുള്ള ആകൃതി ഉള്ളവൾ എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇതൊക്കെ അമ്മ തന്നെയാകുന്നു എന്ന് അർത്ഥം. പ്രപഞ്ചത്തിലുള്ള വിഷയത്തിനും അവസ്ഥാഭേദങ്ങളുണ്ട്. ജീവികളിൽ ഉൽപ്പത്തി, വളർച്ച, ക്ഷയം എന്നിവ സാധാരണ നിയമമാണ്. ഒരവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് വൃദ്ധിയും ക്ഷയവും പരബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതല്ല. എല്ലാ കാലത്തും കുറ്റവും കുറവും ഒന്നുമില്ലാതെ, ഒരു ഭേദവുമില്ലാതെ സമമായ ആകൃതിയുള്ള ദേവി നിത്യ യൗവനശാലിനിയാണ്. അതുകൊണ്ടും സമാകൃതി എന്ന നാമം. ഓം സമാകൃതയേ നമഃ. സർവപ്രപഞ്ചങ്ങളെയും നിർമ്മിച്ചവൾ, സർവപ്രപഞ്ച നിർമ്മാത്രേ. അടുത്ത നാമം പചി വ്യക്തീകരണേ. ഈ നിർവചനപ്രകാരം വ്യക്തമായി തീരുന്നത് പ്രപഞ്ചം. പ്രപഞ്ചതേ വിസ്താര്യതേ വിവർത്തതേ ഇതി പ്രപഞ്ച എന്ന് ശങ്കരഭാഷ്യം. ഉണ്ടാവുകയും വ്യക്തമായ രൂപാതിഭാവങ്ങൾ സ്വീകരിക്കുകയും വിസ്തൃതമായി തീരുകയും ചെയ്യുന്ന ഗ്രഹാദിഗോളങ്ങൾ ഉൾപ്പെടുന്ന ബ്രഹ്മാണ്ഡകൂടികളെ പൊതുവെ പ്രപഞ്ചം എന്ന് പറയുന്നു. സർവ എന്ന വിശേഷണം കൊണ്ട് പ്രപഞ്ചങ്ങൾ തന്നെ പലതുമുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. ഒരേ ബീജം പല രൂപത്തിൽ പലതായി വളർന്നാണ് പ്രപഞ്ചത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നത്. സമസ്ത പ്രപഞ്ചങ്ങളെയും നിർമ്മിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നത് അമ്മയുടെ ലീലയായതുകൊണ്ട് ലീലാക്ലുപ്ത ബ്രഹ്മാണ്ഡമണ്ഡല എന്ന ലളിതാ സഹസ്രനാമം അമ്മയെ സ്തുതിക്കുന്നു. അനേക കോടി ബ്രഹ്മാണ്ഡജനനി എന്ന നാമവും ഇതേ ആശയമാണ് സൂചിപ്പിക്കുന്നത്. ഓം സർവപ്രപഞ്ച നിർമ്മാത്രേ നമഃ. ഓം. അടുത്ത നാമമന്ത്രമാണ് സമാനാധിക വർജിത. തുല്യമായിട്ടോ അധികമായിട്ടോ മറ്റൊന്നും ഇല്ലാത്തവൾ. അമ്മയെ മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ സാധ്യമാകുന്നതല്ല. അമ്മയേക്കാൾ മേന്മയുള്ളതായിട്ട് വേറെ ഒന്നും തന്നെയില്ല. ഓം സമാനാധിക വർജിതായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവോത്തുംഗ. എല്ലാത്തിനേക്കാളും ഉത്തുംഗയായവൾ. ഉത്തുംഗ ശബ്ദത്തിന് ഉയർന്നത് എന്നാണ് സാമാന്യമായ അർത്ഥം. ശ്രേഷ്ഠമായിട്ടുള്ളത്, മേന്മയുള്ളത് എന്നും അർത്ഥം ഉണ്ട്. പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാത്തിനേക്കാളും
ശ്രേഷ്ഠയായിട്ടുള്ളവൾ എന്നാണ് ഇവിടെ അർത്ഥം. ഉത്തുംഗ ശബ്ദത്തിന് ജലം കൊണ്ട് എന്നതുപോലെ പെരുകിയ എന്നും ഒരർത്ഥം കാണാവുന്നതാണ്. തൻ്റെ കാരുണ്യമാകുന്ന പെരുവെള്ളത്താൽ സമസ്ത ചരാചരങ്ങളെയും പോഷിപ്പിക്കുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ വ്യാഖ്യാനം വരുന്നു. പിണ്ഡാണ്ഡത്തിൽ, അതായത് ശരീരത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമായിട്ടുള്ള സഹസ്രാര പത്മത്തിൽ ശിവശക്തി ഐക്യരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും സർവോത്തുംഗ എന്ന് പറയാം. ശിവശക്തി യോഗജന്യമായിട്ടുള്ള അമൃതപ്രവാഹം കൊണ്ട് സമസ്ത നാഡീ സമൂഹങ്ങളെയും സേവനം ചെയ്യുന്നതുകൊണ്ടും സർവോത്തുംഗ എന്ന പേര് അമ്മയ്ക്ക് അന്വർത്ഥമാണ്. ഓം സർവോത്തുംഗായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സംഗഹീന എന്നത്. ഒന്നിനോടും ചേർച്ച ഇല്ലാത്തവൾ. അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതും നിഷ്കാരണവും നിർഗുണവും നിരാശ്രയവുമായിട്ടുള്ള, ആശ്രയം ഏതും ഇല്ലാത്തതുമായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ് ലളിതാംബിക. ആ പരാശക്തി മറ്റെല്ലാത്തിനും ആശ്രയമാണ് എങ്കിലും നിർലേപമായി വർത്തിക്കുന്നു. ഒന്നിനോടും ആശ്രയമില്ലാത്തതായിട്ട് വേറെയായിട്ട് വർത്തിക്കുന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഒന്നിനോടും ചേരാതിരിക്കുന്നത് പോലെയും സർവ്വജീവികളിലും ഉണ്ടെങ്കിലും ആത്മാവ് ജീവിയുടെ സ്വഭാവങ്ങളും വാസനകളും കൊണ്ട് കളങ്കിതമാകാതിരിക്കുന്നത് പോലെയും സർവഗതയും സർവാധാരയുമായിട്ടുള്ള അമ്മ ഒന്നിനോടും സംഘമില്ലാത്തവളായി സ്ഥിതി ചെയ്യുന്നു. താനൊന്നും ചെയ്യാതെ എല്ലാം ചമയ്ക്കുന്ന അമ്മയും മായയുമായി ദേവിയെ ഈ നാമം അവതരിപ്പിച്ചിരിക്കുന്നു. ഓം സംഗഹീനായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സഗുണ എന്നത്. ഗുണങ്ങളോട് കൂടിയവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള അമ്മ നിർഗുണയും ഗുണാതീതയുമാണ്. ആ അമ്മ തന്നെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളായിട്ട് രൂപം കൊള്ളുന്നു. ഈ ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സത്വഗുണപ്രധാനമായിട്ടുള്ള വിഷ്ണുരൂപവും രജോ ഗുണപ്രധാനമായിട്ടുള്ള ബ്രഹ്മരൂപവും തമോ ഗുണപ്രധാനമായിട്ടുള്ള രുദ്രരൂപവും കൈക്കൊള്ളുന്നു. ഇപ്രകാരം ത്രിമൂർത്തികളായി ഭവിക്കുന്ന മഹാദേവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾക്ക് കാരണഭൂതയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ സത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് സഗുണ എന്ന് നാമം വരുന്നു. ഗുണശബ്ദത്തിന് ചരട്, നൂല്, വിൽ, ഞാൻ എന്നിങ്ങനെ ബന്ധപ്പെട്ടുള്ള അർത്ഥങ്ങളും കാണാം. പ്രപഞ്ചത്തിലെ ജീവികളെയും വസ്തുക്കളെയും പ്രവർത്തനങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന രാഗം, ദ്വേഷം തുടങ്ങിയിട്ടുള്ള പാശങ്ങളെ അമ്മയുടെ വിഭൂതികളായിട്ടും ആയുധങ്ങളായിട്ടും വർണ്ണിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ രാഗസ്വരൂപ പശാഠ്യ എന്ന നാമം ഇതിനുദാഹരണമാണ്. ലൗകിക ബന്ധങ്ങളാകുന്ന ഗുണങ്ങൾ കൊണ്ട് പ്രപഞ്ച ഘടകങ്ങളെ ബന്ധിക്കുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ വ്യാഖ്യാനം വരുന്നു. ഓം സഗുണായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സകലേഷ്ടത എന്നത്. എല്ലാ ഇഷ്ടങ്ങളും നൽകുന്നവൾ. ഇഷ്ടം എന്നതിന് ആഗ്രഹം എന്ന് അർത്ഥം. ഇഷു ഇച്ഛായ എന്നാണ് നിർവചനം. ഭക്തന്മാർ ആഗ്രഹിക്കുന്നതെല്ലാം മാതൃവാത്സല്യത്തോടുകൂടി നൽകുന്നവളാണ് ലളിതാംബിക പരമേശ്വരി. സർവാർത്ഥദാത്രി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ വാഴ്ത്തുന്നത്. ആഗ്രഹിക്കുന്നതെല്ലാം അമ്മ നൽകും. മനുഷ്യനിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതും ആഗ്രഹങ്ങൾ നൽകുന്നവളും ഒക്കെ അമ്മ തന്നെയാണ്. വാസനകളെ ആശ്രയിച്ചാണ് ഇഷ്ടവും അനിഷ്ടവുമൊക്കെ വ്യക്തികൾക്ക് ഉണ്ടാകുന്നത്. ഒരാൾക്ക് ഇഷ്ടമായത് വേറൊരാൾക്ക് അനിഷ്ടമാകാം. ഒരു വ്യക്തി ധനം ആഗ്രഹിക്കുമ്പോൾ മറ്റൊരാൾ കീർത്തിയോ ശക്തിയോ അധികാരമോ ഒക്കെ ആഗ്രഹിച്ചു എന്ന് വരാം. ഇനി വേറൊരാൾ കൈവല്യമായിരിക്കും, അതായത് മോക്ഷമായിരിക്കും ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആഗ്രഹ നിവൃത്തി വരുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മനസ്സ് അമ്മയുടെ പാദങ്ങളിൽ അഭയം തേടിയാൽ നല്ല ആഗ്രഹങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ആ ആഗ്രഹങ്ങൾ അവർക്ക് അനായാസമായി സാധിക്കുകയും ചെയ്യും. ഇഷ്ടം എന്നതിന് യാഗം എന്നും അർത്ഥമുണ്ട്. യജ്ഞങ്ങൾ നൽകുന്നവൾ, യജ്ഞത്തിലെ ഫലങ്ങൾ നൽകുന്നവൾ എന്നാണ് ഇങ്ങനെ നോക്കുമ്പോൾ വ്യാഖ്യാനം വരുന്നത്. ദാനം എന്നും ഇഷ്ടത്തിന് അർത്ഥമുണ്ട്. യജ്ഞവും ദാനവും വളരെ ബുദ്ധിമുട്ടി തന്നെ നടത്തേണ്ട മഹത് കർമ്മങ്ങളാണ്. ഏതെല്ലാം യാഗവും ദാനവും തപസ്സും നടത്തിയാലും അവ ഉദ്ദിഷ്ടഫലം നൽകണമെന്നില്ല. കാരണം അവ ദേവി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്നുള്ള നല്ല ഫലങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടും സകലേഷ്ടത എന്ന നാമം അന്വർത്ഥമാണ്. ഓം സകലേഷ്ടതായൈ നമഃ. ഇപ്രകാരം ഈ മന്ത്രധാര ഇവിടെ സമാപിക്കുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ ഈ നാമമന്ത്രങ്ങൾ ഉരുവിടുന്നവർക്ക് സാധ്യമാക്കി നൽകും എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയം വേണ്ട. എല്ലാവരെയും ആദിപരാശക്തിയായ ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.